എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം മൂന്നാമതായി നോക്കുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. ചില പ്രേക്ഷകർ കാർഷിക നക്ഷത്രത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കുകയുമുണ്ടായി. നമുക്ക് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ സ്ഥാനം എന്താണെന്ന് നോക്കാം. നക്ഷത്രസ്ഥാനം. കാർത്തിക നക്ഷത്രം മിഥുന, ജെമിനായ് രാശിയിൽ 26°40 മുതൽ 10°00 വരെ വ്യാപിക്കുന്നു. ഇത് മൂന്നാമത്തെ പാദത്തിൽ ധനുരാശിയിലും സാജിറ്റേറിയസ് ചേരും. ഇത് മലയാള കലണ്ടർ അനുസരിച്ച് കാർത്തിക മാസത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ ചിഹ്നം നോക്കാം. കാർത്തിക നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു കത്തി, ബ്ലേഡ്സ് അല്ലെങ്കിൽ പുഞ്ചിരിയുള്ള മുഖമാണ്. ഈ ചിഹ്നം കഠിനാധ്വാനം, സ്ത്രീശക്തി, മനോധൈര്യം, നിഷ്ഠ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അതായത് കഠിനാധ്വാനികളാണ് കാർത്തിക നക്ഷത്രക്കാർ. കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ വളരെ ബോൾഡ് ആയിട്ടുള്ള വ്യക്തികൾ ആയിരിക്കും. പൊതുവെ ആജ്ഞാപിക്കാനുള്ള ഇവരുടെ കഴിവും ഇവരുടെ ആത്മവിശ്വാസവും പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇവർ ആത്മാർത്ഥയുള്ളവരും സത്യമുള്ളവരും ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആർക്കും മുമ്പിലും തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളും പുരുഷന്മാരുമാണ് കാർത്തിക നക്ഷത്രക്കാർ. ജീവിതത്തിൽ നേട്ടങ്ങൾ ഇല്ലെങ്കിലും സ്വയം മതിപ്പ് ഇവർക്ക് സ്വന്തം കൂടുതലാണ്. വളരെ ചുരുക്കം പേരെ അതുകൊണ്ടുതന്നെ അഹങ്കാരികൾ എന്നും വിളിക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. യഥാർത്ഥത്തിൽ ഒരു അഹങ്കാരികൾ അല്ല, ഹൃദയത്തിൽ നന്മയുള്ളവരാണ്. നേരെ വാ നേരെ പോ എന്ന ഒരു ആപ്തവാക്യമാണ് ഇവിടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ചാനലിൽ കാർത്തിക നക്ഷത്രം ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ പഠനവും വീഡിയോയും നിങ്ങൾക്ക് ചർച്ച ചെയ്താൽ ലഭ്യമാകുന്നതാണ്. ഏതാണ്ട് അരമണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ ഈ നക്ഷത്രത്തെക്കുറിച്ച് കൃത്യമായി മുൻപേ പ്രതിപാദിച്ചു പോന്നതാണ്. എന്നാൽ ഈ നക്ഷത്രത്തിന്റെ ചില വിശേഷങ്ങൾ വീഡിയോ രൂപത്തിൽ ചെയ്യുകയാണ്. അടുത്തതായിട്ട് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ നക്ഷത്രത്തിന്റെ അധ്യക്ഷ ദേവത അഗ്നിദേവനാണ്. അഗ്നിയുടെ ദൈവം. അഗ്നിശക്തി, ശുദ്ധീകരണം, രൂപാന്തരം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അഗ്നിപോലെ ശോഭിക്കുന്നവരാണ് നക്ഷത്രക്കാർ. അഗ്നിപോലെ ക്രോധവും വിരലുണ്ട്. എല്ലാ തിന്മകൾക്ക് എതിരെ പോരാടുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഒന്നിനും തലകുനിച്ചു കൊടുക്കുന്നവരല്ല ഇവർ. ആത്മാഭിമാനികളാണ് ഇവർ എന്നുള്ളതും വ്യക്തമാണ്. ആധ്യാത്മിക ഗുണം, ആത്മശുദ്ധിയും നവീകരണവും. മനഃശുദ്ധിയുള്ള ഇവരെ പലപ്പോഴും നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയാലും അത്ഭുതപ്പെടാനില്ല. പൂജാവിധി, അഗ്നി ഹോമവും കാർത്തിക ദീപം നടത്തുകയും അഗ്നിദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആനുകൂല്യം നേടുന്നതിന് സഹായിക്കുന്നു. കുത്ത്, ശാസ്ത്രവും ഗ്രഹാധിപത്യം. കാർത്തിക നക്ഷത്രം ശുക്രന്റെ കീഴിലാണ്. ശുക്രൻ സൗന്ദര്യം, സൃഷ്ടി, ആസ്തി, സന്തോഷം എന്നിവയ്ക്ക് അടിസ്ഥാനം നൽകുന്നു. സാധാരണ രീതിയിൽ നല്ല സൗന്ദര്യം ഉള്ളവർ ആയിരിക്കും ഇവർ. കറുപ്പായാലും വെളുപ്പായാലും ഇവരുടെ സൗന്ദര്യം മറ്റുള്ളവരെ കീഴടക്കിയിരിക്കും. ഈ നക്ഷത്രത്തിലുള്ളവർക്ക് കല, രൂപകൽപ്പന, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ കഴിവുണ്ട്. ഈ നക്ഷത്രത്തിൽ ഉള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ പാട്ടുകാരോ കലാകാരന്മാരോ നൃത്തം അഭ്യസിക്കുന്നവരെ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് കലയോടുള്ള പ്രതിബദ്ധതയും കലയോടുള്ള വാസനയും ഈ നക്ഷത്രത്തിൽ പെട്ട ആളുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്നതാണ്. അടുത്തതായിട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്വഭാവവിശേഷങ്ങൾ. സന്തോഷപരമായ വ്യക്തിത്വം, സൗമ്യവും സൗഹൃദപരവുമായ സ്വഭാവം. പക്ഷേ വഴക്കിട്ടാൽ ഇവരെപ്പോലെ ദേഷ്യപ്പെടുന്നവരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സ്നേഹമുള്ളവരാണ്, തമാശ പറയുന്നവരാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമാണ് എന്നുള്ളത് സത്യമാണ്. സൃഷ്ടിപ്രിയർ, കലയും സംഗീതവും സാഹിത്യവും ഇഷ്ടപ്പെടുന്നവർ. നേരത്തെ പറഞ്ഞതുപോലെ കലയോടുള്ള ഇവരുടെ വാസനയും പ്രതിബദ്ധതയും ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. ആത്മവിശ്വാസം, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരാണ്. എന്തും നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം ഇവരുടെ മഹാശക്തി തന്നെയാണ്. ഇവരുടെ ആത്മവിശ്വാസം കണ്ട് ലോകം അത്ഭുതപ്പെടാറുണ്ട്. ശ്രദ്ധേയമായ വ്യക്തിത്വം, ആകർഷകമായ വ്യക്തിത്വം ഉള്ളതുകൊണ്ട് സാംസാരികമായ ബന്ധങ്ങളിൽ അവർക്ക് ശ്രദ്ധ നേടാൻ കഴിയും. മികച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് ഇവരെല്ലാം. ഇവർ വ്യക്തിത്വം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കും. അടുത്തതായി നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഭാവി, കരിയർ എന്നീ മേഖലകളെ കുറിച്ച് നോക്കാം. ഭാവി, തൊഴിൽ, ധനം എന്നിവയിൽ മികച്ച ഒരു പെർഫോമൻസ് വർക്ക് ഉണ്ടാവും. തുടക്കത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവമെങ്കിലും കാലാന്തരത്തിൽ ഇവർ പ്രശസ്തരും കീർത്തിയുള്ളവരും ധനമുള്ളവരുമായിത്തീരും. മികച്ച തൊഴിൽ മേഖലകൾ: കല, സംഗീതം, എഴുത്ത്, സിനിമ, ഡിസൈൻ, ഫാഷൻ. സാഹിത്യത്തിലുള്ള വാസന മൂലം കലാസംഗീതം, എഴുത്ത്, സിനിമ എന്നീ മേഖലകളിൽ ഇവർക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കും. സാങ്കേതിക രംഗങ്ങൾ, ടെക്നോളജി, സാങ്കേതികവിദ്യകൾ അതിവേഗം മികവോടെ നേടിയെടുക്കാനുള്ള ശേഷി ഇവർക്കുണ്ട്. സമൂഹ സേവന മേഖലകൾ. ധനസമ്പത്ത്. കാർത്തിക നക്ഷത്രക്കാരുടെ ധനസ്ഥിതി സാധാരണയായി നല്ലതായിരിക്കും. ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ സാമ്പത്തിക മാനം ഉന്നതമായിരിക്കും. പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സമ്പത്ത് ഇവർക്ക് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടക്കത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ട് ഭയപ്പെടേണ്ട. 7. ബന്ധങ്ങളും കുടുംബവും. വലിയ മാനസിക ശക്തിയുള്ള ബന്ധങ്ങൾ. ഇവർക്ക് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ദീർഘകാലം നിലനിൽക്കാനുമുള്ള കഴിവുണ്ട്. എങ്കിലും ശക്തമായ നിലപാട് മൂലം ചില ബന്ധങ്ങൾ അകന്നുപോകും. അല്ലെങ്കിൽ അകന്നു പോകുന്നതുപോലെ തോന്നും. പക്ഷേ എല്ലാം മനസ്സിലാക്കി അവരെല്ലാം ഒരിക്കൽ ഇവരിലേക്ക് തിരിച്ചെത്തും. സ്നേഹവും വിശ്വസ്തതയും. അവരുടേതായ ആശയങ്ങളും സ്നേഹവും അവർ സ്നേഹിതർക്കും കുടുംബത്തിനും നൽകും. വിശ്വസിക്കാൻ കഴിയാവുന്നവരാണ്. പൊതുവെ ഇവർ കള്ളത്തരങ്ങളോ ചതിയോ വഞ്ചനയോ ഒന്നും ഇവർ ചെയ്യില്ല. പറയാനുള്ളത് നേർമുഖത്തിൽ പറയും. അല്ലാതെ മറച്ചുവെച്ചുകൊണ്ട് ചതിക്കാനോ വഞ്ചിക്കാനോ മറ്റുള്ളവരെ സോപ്പിടാനോ ഇവർക്ക് അറിയില്ല. 8. ആത്മീയ പ്രാധാന്യം.
കാർത്തിക നക്ഷത്രക്കാർക്ക് ആത്മീയതയിൽ താൽപ്പര്യമുണ്ടാകും. അവർ ഹോമങ്ങൾ, യോഗങ്ങൾ എന്നിവയിലൂടെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. ആത്മീയത ആളെ പറ്റിക്കൽ അല്ല. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ സത്യസന്ധമായ ആത്മീയതയുടെ വക്താക്കളാണ്. ഔഷധം, ശുഭഫലങ്ങൾ നേടാൻ നക്ഷത്രദോഷം, അഗ്നിഹോമം, ശുക്ര ഉപാസന എന്നിവ ദോഷശാന്തിക്ക് ഉപയോഗപ്രദമാണ്. ശുഭദിനങ്ങൾ ബുധനും വെള്ളിയാഴ്ചയും പ്രധാനമായാണ് കാണുന്നത്. രത്നം, വെള്ളി ആഭരണത്തിൽ ജിപ്സും വെൺകല്ലും ധരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ പിന്തുണ ആസ്ട്രോ4u മലയാളം യൂട്യൂബ് ചാനലിന് എന്നും വേണം.